എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഡ്യൂറബിലിറ്റി ടെസ്റ്റാണ്. ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ച ഫ്ലിപ്കാർട്ട് ബ്രാൻഡിൻ്റെ ടയർ ഇൻഫ്ലേറ്ററാണ്. അപ്പോൾ ഞാൻ ഓൾറെഡി ഇതിപ്പം നമ്മൾ ഒരു 6 മാസം ഉപയോഗിക്കേണ്ട പരിപാടി ഇപ്പം ഞാൻ ഒരാഴ്ച കൊണ്ട് 6 മാസമാണോ 1 വർഷമാണോ എന്ന് അറിയത്തില്ല ഉപയോഗിക്കേണ്ട പരിപാടി നമ്മളിപ്പം ഒരാഴ്ച കൊണ്ട് ഉപയോഗിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. വാങ്ങിച്ചിട്ട് ഇപ്പോൾ 2 ആഴ്ചയായി. ഒരാഴ്ച കൊണ്ട് ഉപയോഗിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. പെയിൻ്റ് അടി ഇതിപ്പോൾ ഫ്രണ്ട് അടിച്ചു, ബാക്ക് അടിച്ചു, ഇനി 2 ഡോറും കൂടി അടിക്കാനുണ്ട്. ഇവനെ മാക്സിമം അങ്ങ് മുതലാക്കിയിട്ടുണ്ട്. കുറച്ച് ചൂടൊക്കെ ആവുന്നുണ്ടായിരുന്നു, എന്തായാലും കുഴപ്പമില്ല. ഞാൻ നിർത്തി അടിച്ച് നമ്മൾക്ക് ഇതിനകത്തുനിന്ന് വരുന്ന പ്രഷർ കുറവാണല്ലോ, അതുകൊണ്ട് തന്നെ കുറച്ച് നിർത്തി അടിക്കാൻ പറ്റത്തുള്ളൂ. എന്നാലും ഇവൻ ഫുൾ ടൈം റണ്ണിങ് ആയിരുന്നു. ഇപ്പോഴും ചെറിയ ചൂടുണ്ട്. നമ്മൾക്കിനി ഇതൊന്ന് തുറന്ന് നോക്കാം. നമ്മൾക്ക് ഇതിൻ്റെ അകത്ത് ഗിയറുകളൊക്കെ എന്തായി, അവിടെ ഗ്രീസൊക്കെ ഇടാറായോ എന്നൊക്കെ കാര്യങ്ങൾ നമ്മൾക്കിനി തുറന്ന് നോക്കാം. ഇപ്പോഴും കുഴപ്പമൊന്നുമില്ല കേട്ടോ. സൗണ്ടൊക്കെ ആദ്യം ഉണ്ടായിരുന്ന അതേ സൗണ്ട് തന്നെയാണ് ഇപ്പോഴും. സൗണ്ടിന് വ്യത്യാസമൊന്നും വന്നിട്ടില്ല. ഞാൻ ഇത്രയും ഉപയോഗിച്ചിട്ട് ഫ്യൂസൊന്നും പോയില്ല. അപ്പോൾ 1 2 3 4 5 സ്ക്രൂ അഴിക്കുക. ഇതാണ് ഇതിൻ്റെ എയർ ഇന്നാണേ. അവിടെ കുറേ പൊടി കയറിയിട്ടുണ്ട്. ഇവിടെ പൊടിയുണ്ടല്ലോ. ഇവിടെ ചെറിയ രീതിയിൽ ഗ്രീസ് ഉണ്ട്. നമ്മൾക്ക് അതെല്ലാം തുളച്ച് കഴിഞ്ഞിട്ട് പുതിയ ഗ്രീസ് അപ്ലൈ ചെയ്യാം. ഇതിൻ്റെ ഉള്ളിൽ കറുപ്പൊന്നും ആയില്ല. ഇതാണ് കേട്ടോ പിസ്റ്റണ്. ഇതിങ്ങനെ വർക്കാവും. ഇവിടെ നിറച്ച് പൊടിയുണ്ടല്ലോ ഈ മോട്ടറിലൊക്കെ. ഇതാ അതിൻ്റെ ഉള്ളിൽ ബ്രഷ് കണ്ടോ? കാർബൺ ബ്രഷല്ല, കോപ്പർ ബ്രഷാണ്. ആ കോപ്പറിൻ്റെ ബ്രഷ് തേഞ്ഞ് തീരുന്നതിൻ്റെയാണ്. ഒരു ചുമന്ന പൊടിയുണ്ട് ഇതിനകത്ത്. ബ്രഷ് കണ്ടോ? അത്രയും കട്ടിയിലുണ്ട്. അതിൻ്റെ അകത്തിരിക്കുന്നുണ്ടോ ബ്രഷ് കണ്ടോ? കോപ്പർ പാഡാണ്. തീർന്നിട്ടൊന്നുമില്ല, നല്ല കട്ടിയുണ്ട് അതിന്. ഇതൊക്കെ വാങ്ങി വെച്ചിട്ട് ചുമ്മാ അങ്ങ് ഉപയോഗിക്കില്ല. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യണം. ഇടയ്ക്കിടയ്ക്ക് തുറത്ത് നോക്കിയിട്ട് അതിന് വാറണ്ടിയും മറ്റുള്ള കാര്യങ്ങളൊന്നും ഇല്ലാത്ത സാധനമാണല്ലോ. ഇതിൻ്റെ അകത്ത് ഗ്രീസ് ഉണ്ടോ, അതേപോലെ തന്നെ എന്തെങ്കിലും പൊട്ടിയിട്ടോ പൊടി കയറുമ്പോൾ ഇതെന്നാ പ്രശ്നമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് നിറച്ച് പൊടി കയറി പിന്നെ ഇതൊക്കെ ജാമാകാൻ സാധ്യതയുണ്ട്. ഇതിൻ്റെ ബെയറിങ്ങും കാര്യങ്ങളൊക്കെ ഓയിലും പൊടിയും കൂടി മിക്സായിട്ട് ജാമായി പോകും. ഇതുകൊണ്ട് ക്ലീൻ ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ സംഭവം ഇങ്ങനെയാണ് വർക്കാവുന്നത്. ഇനിയും കുറേ പണി എടുപ്പിക്കാനുള്ളതാണ്. കുറച്ച് ഗ്രീസൊക്കെ ഈ പുള്ളിയല്ല, ഗിയർ ഇതിൻ്റെ അകത്തും കുറച്ച് ഇടണം കേട്ടോ. എല്ലാം ക്ലീൻ ചെയ്തിട്ടുണ്ട്. ക്ലീൻ ചെയ്തു. ആവശ്യമുള്ള ഗിയറുകളിലെല്ലാം ഗ്രീസ് ഇട്ടു. ഇതിൻ്റെ അകത്തും ഗ്രീസ് ഇട്ടു. കുറച്ചിട്ടാൽ മതി, അധികം കോരി തേക്കരുത്. അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ക്ലീൻ ചെയ്യുക. ആവശ്യമുള്ളിടത്ത് ഗ്രീസൊക്കെ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് കൂടുതൽ നാൾ ഉപയോഗിക്കാൻ പറ്റും. ഇനി നടക്കുന്നു 5 സ്ക്രൂ ഇടുന്നു, അത്രേ ഉള്ളൂ. ഇനി പെയിൻ്റ് അടി തുടരുന്നതായിരിക്കും.